ഹലോ. അപ്പോൾ രാവിലെ ഒരു വർക്കിന് പോവാണ് കേട്ടോ. വേറെങ്ങുമല്ല, വെഞ്ഞാറമുട. അപ്പം നെടുമങ്ങാട് ഒരു ചേട്ടനാക്കി തരും. പാവം കണ്ടില്ലേ, അമ്മാമ്മ രാവിലെ എണീറ്റ് ടാറ്റയൊക്കെ തന്നു. നെടുമങ്ങാട് നിന്ന് അങ്ങോട്ട് ഞാനും സ്വാതി ചേച്ചിയും കൂടെ ആയിട്ട് വർക്കിന് പോയത്. നമ്മുടെ ബ്രൈഡ് എത്തിയല്ലോ. വേറെ ആരുമല്ല, സോജയുടെ വെഡ്ഡിങ് ഡേ ആണ് ഇന്ന്. അവളും അവളുടെ അനിയത്തിയും കൂടിയാണ് വന്നത്. അനിയത്തിക്കും ചെറിയൊരു ടച്ചപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ വന്നു പറഞ്ഞാൽ അവൾ ഇന്നലത്തെ മേക്കപ്പിൻ്റെ കേസൊക്കെ പറയായിരുന്നു കേട്ടോ. എല്ലാവർക്കും നല്ല ഇഷ്ടമായി എന്നൊക്കെ പറയായിരുന്നു. ഈ ഒരു ഫീൽഡിലോട്ട് സ്റ്റാർട്ടിങ് ആണെങ്കിലും ചെയ്ത വർക്കുകൾക്കൊക്കെ നല്ല കോംപ്ലിമെൻറ്റ്സ് കിട്ടുമ്പോൾ അതൊരു സന്തോഷം തന്നെയാണ് കേട്ടോ. അവളുടെ സജഷൻസൊക്കെ മാനിച്ച് അവളുടെ ലുക്ക് കംപ്ലീറ്റ് ആക്കി. ഇതാണല്ലോ അവളുടെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള നമ്മുടെ ബ്രൈഡിനെ കുറച്ച് ഫോട്ടോസ് കൂടി ആഡ് ചെയ്ത് വെക്കാവേ. അങ്ങനെ അവളെ സുരക്ഷിതമായി ക്യാമറാമാൻ്റെ കൈകളിലേക്ക് കൊടുത്ത ശേഷം അനിയത്തിക്ക് ചെറിയൊരു ടച്ചപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. ഫേസ് മാത്രമായിരുന്നു. നമ്മൾ സ്കൂളിലും കോളേജിലും ഒന്നിച്ച് പഠിച്ചുകൊണ്ട് എൻ്റെ കുറച്ച് ഫ്രണ്ട്സും കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നു. അവരോട് ഒന്നിച്ചിരുന്ന് ഫുഡും കഴിച്ച് സാരി ചേഞ്ച് കഴിഞ്ഞിട്ടാട്ടോ സോദി ചേച്ചി പോയത്. എനിക്ക് എടുത്ത് പറയാണ്ടത് നമ്മുടെ ഹിന്ദു വെഡ്ഡിംഗ് പോലെ അല്ലായിരുന്നു. ബ്രൈഡിൻ്റെ മേക്കപ്പ് റൂമിൽ ആരെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. തലേ ദിവസമായിരുന്നാലും കല്യാണത്തിൻ്റെ അന്നായിരുന്നാലും സെക്കൻഡ് സാരി മാറ്റിയപ്പോൾ കൂടി ആരും വന്ന് കഴിഞ്ഞില്ലേ എന്നുള്ളൊരു ചോദ്യം ഇല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളും ഹാപ്പി ആയിരുന്നു. ഇവിടെ നിന്ന് നേരെ പോയത് പയ്യൻ്റെ വീട്ടിലേക്ക്. അവിടുത്തെ റിസപ്ഷൻ വർക്ക് എനിക്കായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. അവിടെയാണ് എനിക്ക് ആകെ പണി കിട്ടിയത് കേട്ടോ. ടൈം തീരെ കുറവായിരുന്നു. ഒരു 3/4 മണിക്കൂറിനകത്തായിരുന്നു അവളുടെ സാരി ചേഞ്ചിങ്ങും അടുത്ത റിസപ്ഷൻ ലുക്കെല്ലാം കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.